ഹായ് ഓൾ. നമ്മളെല്ലാവരും നമ്മളുടെ ജീവിതത്തിൻ്റെ ഓരോ പാർട്ടിൽ അല്ലെങ്കിൽ ഓരോ പോയിന്റിൽ ഒരുപാട് ക്രൂഷ്യലായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാറുണ്ട്. ലെറ്റ്സ് ഇപ്പം 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സയൻസ് എടുക്കണോ, കൊമേഴ്സ് എടുക്കണോ, ഹ്യൂമാനിറ്റീസ് എടുക്കണോ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് BCom എടുത്ത് കഴിഞ്ഞുള്ളവരാണെങ്കിൽ ഇനി MBA എടുക്കണോ, അല്ലെങ്കിൽ ഇനി MCom എടുക്കണോ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻസിലേക്ക് പോകണോ. അത് തന്നെ ഒരുപാടുണ്ട് അല്ലേ. ACC എടുക്കണോ, CMA എടുക്കണോ, CPA എടുക്കണോ, EA എടുക്കണോ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമ്മളുടെ മുന്നിലുണ്ട്. ഇതിൽ നിന്നും നമ്മൾ ചിന്തിച്ച് നമ്മൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഏതാണോ കാര്യം അത് നമ്മൾ സെലക്ട് ചെയ്യും. അത് നമ്മൾ അതിനെന്താ പറയുക, നമ്മൾ ഡിസിഷൻസ് എടുക്കുക. നമ്മളുടെ മുന്നിലുള്ള ഓപ്ഷൻസ് വെച്ചിട്ട് എനിക്ക് ഏതാണോ ആപ്റ്റ് അതിനുള്ള ഡിസിഷൻസ് എടുക്കുക. ഇതേപോലെ ബിസിനസിന്റെ ലൈഫിലും ഒരുപാട് പാർട്ടിൽ അല്ലെങ്കിൽ ഒരുപാട് പോയിന്റ്സിൽ നമ്മൾ ഒരുപാട് ക്രൂഷ്യൽ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ടി വരും. ആ ഡിസിഷൻസിനെ പറ്റിയാണ് ഈ ഒരു വോൾ സെഷൻ ഡിസ്കസ് ചെയ്യുന്നത്. ഫോർ ലെറ്റ്സ് സേ ഒരു പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റ് നമ്മൾ ഇൻഹൗസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യണോ, അല്ലെങ്കിൽ ഒരു സപ്ലയറിൻ്റെ അടുത്തൊന്നും നമ്മൾ വാങ്ങണോ. ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഫർദർ പ്രോസസ്സ് ചെയ്യാതെ സെല് ചെയ്യണോ, അല്ലെങ്കിൽ ഫർദർ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് സെല് ചെയ്യണോ. ഒരു സ്പെഷ്യൽ ഓർഡർ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണോ, അല്ലെങ്കിൽ നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്യണോ. നമ്മളുടെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ലൈൻ അഥവാ ബ്രാഞ്ച് അത് കണ്ടിന്യൂ ചെയ്യണോ, അല്ലെങ്കിൽ അതിനെ ഡിസ്കണ്ടിന്യൂ ചെയ്യണോ. ഇങ്ങനെ ഒരുപാട് ഡിസിഷൻസ് ഒരു ബിസിനസ്സിൽ നമുക്ക് എടുക്കാനായിട്ടുണ്ടാവും. ആ എല്ലാ ഡിസിഷൻസും എങ്ങനെയാണ് എടുക്കുന്നത്, എന്തിൻ്റെ ബേസിലാണ് എടുക്കുന്നത്, ഓക്കെ, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു സെഷനിൽ ഫുള്ളായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ അകത്ത് തന്നെ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് CVP അനാലിസിസ് ആണ്, അഥവാ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്. എല്ലാവർക്കും അത്യാവശ്യം അറിയുന്ന ഒരു ടോപ്പിക് ആയിരിക്കും. ഇത് അറിയാത്തവരുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഡെയിലി ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു ടൂളാണിത്, CVP അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ്, ഈ 3 ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു 3 കാര്യങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അത് മനസ്സിലാക്കുന്നതാണ് ഈ ഒരു ടോപ്പിക്കിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട കാര്യം. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ ഒരുപാട് കോസ്റ്റ് നമ്മൾ ഇൻക്വയർ ചെയ്യും. ഡയറക്റ്റ് മെറ്റീരിയൽ ആയിട്ടും ലേബർ ആയിട്ടും മാനുഫാക്ചറിങ് ഓവർഹെഡ് ഒക്കെ ആയിട്ട് ഒരുപാട് കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഇൻക്വയർ ചെയ്യും. ആ ഇൻക്വയർ ചെയ്ത കോസ്റ്റൊക്കെ തിരിച്ചു പിടിക്കണമെങ്കിൽ, ഓക്കെ, അത്രയും കോസ്റ്റൊക്കെ തിരിച്ചു പിടിക്കണമെങ്കിൽ എത്ര വോളിയം സെല്ല് ചെയ്താലാണ് എനിക്കൊരു നോ പ്രോഫിറ്റ് നോ ലോസിൽ എത്താൻ വേണ്ടി പറ്റുക, അല്ലെങ്കിൽ എത്ര വോളിയം സെല്ല് ചെയ്താലാണ് എനിക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. മനസ്സിലായോ? നമ്മൾ ഇൻക്വയർ ചെയ്ത കോസ്റ്റ് എത്ര വോളിയം സെല്ല് ചെയ്താലാണ് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് അതിനെ മാറ്റാൻ വേണ്ടി പറ്റുക, അല്ലെങ്കിൽ നമുക്കൊരു നോ പ്രോഫിറ്റ് നോ ലോസ് സിറ്റുവേഷനിലേക്ക് എത്താൻ വേണ്ടി പറ്റുക. ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു ടോപ്പിക്കിൻ്റെ അകത്ത് കാര്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഏതൊരു ടോപ്പിക്ക് പഠിക്കാൻ പോകുന്നതിന് മുന്നേ അതിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കീവേഡ്സ് ഉണ്ട്. ആ കീവേഡ്സ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു കോർ കൺസെപ്റ്റ്, CVPൻ്റെ കോർ കൺസെപ്റ്റിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഈ ഒരു CVP പഠിക്കുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കോസ്റ്റാണ്, ബേസിക് ആയിട്ടുള്ള കോസ്റ്റാണ്. ഇതെല്ലാവരും ഏതൊരു CMA-കാരനും അറിഞ്ഞിരിക്കേണ്ട കോസ്റ്റാണ്. ഫിക്സഡ് കോസ്റ്റ് എന്താണ്, വേരിയബിൾ കോസ്റ്റ് എന്താണ്, ബ്രേക്ക് ഈവൻ പോയിന്റ് എന്താണ്, പ്രോഫിറ്റ് എന്താണ്, കോൺട്രിബ്യൂഷൻ മാർജിൻ എന്താണ്. എന്താണ് ആ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ യൂണിറ്റ് ഓഫ് സെയിൽസിനനുസരിച്ച് മാറാത്ത കോസ്റ്റുകളെ നമ്മൾ എന്താ പറയുക, ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയാം. ഓക്കെ, യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ അനുസരിച്ചൊന്നും മാറാത്ത കോസ്റ്റുകൾ. അതായത് ഫോർ ലെറ്റ്സ് സേ ഇവിടെ ഒരു ഫാക്ടറി ഉണ്ട്. ദിസ് ഇസ് എ ഫാക്ടറി. ഈ ഫാക്ടറിൻ്റെ അകത്ത് 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള എന്താണ് ഫാക്ടറിയാണ്. ആ ഫാക്ടറിൻ്റെ റെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 500 രൂപയാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ $500 വിചാരിച്ചോ. അതായത് 1000 യൂണിറ്റ് വരെ പ്രൊഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഫാക്ടറി. ആ ഫാക്ടറിൻ്റെ റെൻ്റ് എന്ന് പറയുന്നത് $500 ആണ്, $500 ആണ്. ഓക്കെ, ഇപ്പം ഇവിടെ ഞാൻ 200 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 300 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 400 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും എനിക്ക് ആ ഫാക്ടറി, അതായത് 1000ൻ്റെ അകത്ത് റെലവൻറ്റ് റേഞ്ചിൻ്റെ അകത്ത് ആ ഫാക്ടറിക്ക് ഞാൻ കൊടുക്കേണ്ട റെൻ്റ് എന്താണ്, 500 തന്നെയാണ്, $500 തന്നെയാണ്. ഇത് ഞാനിപ്പം 800 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താലും 900 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താലും ഈ ഒരു കോസ്റ്റിൽ എനിക്ക് ചേഞ്ച് വരുന്നില്ല. ഓക്കെ, ഇത്തരം കോസ്റ്റുകളെ നമ്മൾ എന്ത് പറയുക, ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയാം. ഓക്കെ, ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയാം. ഇനി എന്താണ് വേരിയബിൾ കോസ്റ്റ്? വേരി ചെയ്യുന്ന, അതായത് യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ അനുസരിച്ച് വേരി ചെയ്യുന്ന കോസ്റ്റുകൾ. അതായത് ലെറ്റ്സ് സേ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഇതൊക്കെ എന്താണ്, ഒരു വേരിയബിൾ കോസ്റ്റിൻ്റെ എക്സാമ്പിളാണ്. പ്രൊഡക്ഷൻ കൂടുന്നതനുസരിച്ച് അത് എന്ത് ചെയ്യും, വേരിയബിൾ കോസ്റ്റും അതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഇൻക്രീസ് ചെയ്യാത്ത കോസ്റ്റുകളെ നമ്മൾ എന്ത് പറയുക, ഫിക്സഡ് കോസ്റ്റ്. പ്രൊഡക്ഷൻ കൂടിയാലും അപ് ടു എ റെലവൻറ്റ് റേഞ്ച് വരെ കോസ്റ്റ് എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. വെൻ ഇറ്റ് കംസ് ടു വേരിയബിൾ കോസ്റ്റ്, പ്രൊഡക്ഷൻ കൂടുമ്പോൾ വേരിയബിൾ കോസ്റ്റും കൂടും.
പ്രൊഡക്ഷൻ കുറയുമ്പോൾ വേരിയബിൾ കോസ്റ്റും കുറയും. ഓക്കെ, അപ്പോൾ എന്താണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ബ്രേക്ക് ഈവൻ പോയിന്റ്? ഒരു പോയിന്റ്, ആ പോയിന്റിൽ ദർ വിൽ ബി നോ ലോസ് നോ ഗെയിൻ. അതായത് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. നമ്മൾ ചിലവാക്കിയത് എന്തോ അതാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. ദാറ്റ് ഈസ് അവർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു അവർ റവന്യൂ. അവർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു അവർ റവന്യൂ. ലെറ്റ്സ് സേ നമ്മളുടെ കോസ്റ്റ് 1000 ആണെങ്കിൽ നമ്മളുടെ റവന്യൂവും 1000 ആണ്. നമ്മൾ എന്താണോ ചിലവാക്കിയത് അതാണ് നമുക്ക് തിരിച്ചു കിട്ടിയത്. ഇവിടെ നഷ്ടവും ഇല്ല ലാഭവും ഇല്ല. ഇത്തരം ഒരു പോയിന്റിനാണ് നമ്മൾ എന്ത് പറയുക, ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുക. ദെൻ വാട്ട് ഈസ് പ്രോഫിറ്റ്? അപ്പം നമ്മളുടെ കോസ്റ്റിനേക്കാൾ കൂടുതൽ നമുക്ക് റവന്യൂ ഉണ്ടെങ്കിൽ, ലെറ്റ്സ് സേ അവർ കോസ്റ്റ് ഈസ് 1000 ആൻഡ് അവർ റവന്യൂ ഈസ് 2000. ഓക്കെ, സോ എന്താണ്, കോസ്റ്റിനേക്കാൾ റവന്യൂ 1000 കൂടുതലാണ്. നമുക്ക് ചിലവാക്കിയ കോസ്റ്റ്, നമ്മുടെ റവന്യൂവിൻ്റെ കേസ് നോക്കുമ്പോൾ നമുക്ക് ചിലവാക്കിയ കോസ്റ്റും കഴിഞ്ഞ് 1000 കൂടി നമ്മളുടെ കയ്യിലുണ്ട്. സോ അവർ 1000 ഈസ് അവർ പ്രോഫിറ്റ്. അതായത് ടോട്ടൽ റവന്യൂ കിട്ടിയത് 2000. ഈ 2000 റവന്യൂ ഉണ്ടാക്കാനായിട്ട് എനിക്ക് വന്ന കോസ്റ്റ് 1000. സോ അവർ മൈ പ്രോഫിറ്റ് ഈസ് ദ അതർ $1000. അതാണ് നമ്മളുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ എന്താണ് പ്രോഫിറ്റ് എന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മളിവിടെ ഒരു വേരിയബിൾ കോസ്റ്റിനെ പറഞ്ഞിരുന്നു അല്ലേ. സെയിൽസ് റവന്യൂവിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നതാണ് എന്ത്, കോൺട്രിബ്യൂഷൻ മാർജിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് കോൺട്രിബ്യൂഷൻ മാർജിൻ. സെയിൽസ് റവന്യൂവിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ്, അതായത് ഫോർ ലെറ്റ്സ് സേ ഒരു യൂണിറ്റ് സെൽ ചെയ്താൽ എനിക്ക് 50 ആണ്, എൻ്റെ സെല്ലിംഗ് പ്രൈസ് 50 ആണ്. അതായത് ഒരു യൂണിറ്റ് സെൽ ചെയ്താൽ എനിക്ക് $50 കിട്ടും. അതിൽ നിന്നും ലെറ്റ്സ് സേ മൈ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഇസ് 20. അപ്പോൾ അതിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 30 എന്ന് കിട്ടും. ഇതാണ് നമ്മളുടെ കോൺട്രിബ്യൂഷൻ മാർജിൻ. സെയിൽസ് റവന്യൂവിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, കോൺട്രിബ്യൂഷൻ മാർജിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ കോൺട്രിബ്യൂഷൻ മാർജിൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഫിക്സഡ് കോസ്റ്റുകൾ നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ് സെയിൽസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്താൽ നമുക്ക് കോൺട്രിബ്യൂഷൻ മാർജിൻ കിട്ടും. ഈ കോൺട്രിബ്യൂഷൻ മാർജിൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫിക്സഡ് കോസ്റ്റിനെ കവർ ചെയ്യുന്നത്. അപ്പം എന്താണ് ഫിക്സഡ് കോസ്റ്റ്, എന്താണ് വേരിയബിൾ കോസ്റ്റ്, എന്താണ് ബ്രേക്ക് ഈവൻ പോയിന്റ്, എന്താണ് പ്രോഫിറ്റ്, എന്താണ് കോൺട്രിബ്യൂഷൻ മാർജിൻ, ഇത്രയും കാര്യം എല്ലാവർക്കും അറിയെങ്കിൽ യു ആർ റെഡി ഫോർ ദ ക്ലാസ് അല്ലേ. ഈ സെഷൻ നിങ്ങൾക്ക് മുന്നോട്ട് തുടരാം. ഈ ഒരു ടേംസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് മാത്രം ഇനി മുന്നോട്ട് പോവാം. ഓക്കെ, സോ നമുക്കിനി നെക്സ്റ്റ് അടുത്ത നിങ്ങൾ എന്താ അറിയേണ്ടത്, നമ്മൾ ഓരോ ടേംസ് പഠിച്ചു. ഇനി നമ്മൾ ഇവിടെ വേരിയബിൾ ഓർ ഡയറക്റ്റ് മെത്തേഡ് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. ഇൻവെന്ററി വാല്യൂഷന് 2 മെത്തേഡ്സ് ഉണ്ട്. എന്തൊക്കെയായിരുന്നു, അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങും വേരിയബിൾ കോസ്റ്റിങ്ങും. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു അവിടെ യൂസ് ചെയ്യുന്നത്? അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു യൂസ് ചെയ്യുന്നത്? അത് എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൻ്റെ പ്രൊഡക്റ്റ് കോസ്റ്റിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡ് ആൻഡ് ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ്. ഇത്രയും ഐറ്റംസ് അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൻ്റെ പ്രൊഡക്റ്റ് കോസ്റ്റിൻ്റെ അകത്തുണ്ടായിരുന്നു. വിച്ച് മീൻസ് ഫിക്സഡ് ആയിട്ടുള്ള ഒരു എലമെൻറ്റും കൂടി നമ്മുടെ പ്രൊഡക്റ്റ് കോസ്റ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ മാനേജേഴ്സിന് വേണമെങ്കിൽ പ്രൊഡക്ഷൻ കൂട്ടിക്കാട്ടി പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും, പ്രോഫിറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അങ്ങനെ ഒരു ചാൻസ് അവിടെ ഉള്ളത് കൊണ്ടാണ് ഇന്റേണൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വേരിയബിൾ ഓർ ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇന്റേണൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് വേരിയബിൾ ഓർ ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു സെഷന്റെ പേര് തന്നെ എന്താടാ, ഡിസിഷൻ അനാലിസിസ് എന്നാണ് ഈ ഒരു സെഷന്റെ പേര് തന്നെ. ഡിസിഷൻസ് എടുക്കുന്നത് എന്തിന്റെ ബേസിലാണെന്നാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഡിസിഷൻസിനെ എങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യുന്നതെന്നാണ്. ഓക്കെ, സോ ഉറപ്പായിട്ടും ഇന്റേണൽ ഡിസിഷൻ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്നത് ഏത് മെത്തേഡ് ആയിരിക്കും? അബ്സോർപ്ഷൻ ആയിരിക്കുമോ? അല്ല, എന്തായിരിക്കും? വേരിയബിൾ മെത്തേഡ് ആയിരിക്കും. വേരിയബിൾ മെത്തേഡിൽ എങ്ങനെയാണ് ആ ഫ്ലോ വരുന്നത്? ആദ്യം തന്നെ നമ്മൾ സെയിൽസ് എഴുതും. സെയിൽസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സെയിൽസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ മാർജിൻ കിട്ടും. ഈ കോൺട്രിബ്യൂഷൻ മാർജിൻ യൂസ് ചെയ്തിട്ടേക്ക് നമ്മൾ ഫിക്സഡ് കോസ്റ്റിനെ നമ്മൾ കവർ ചെയ്യുക. ഓക്കെ, ഫിക്സഡ് കോസ്റ്റിനെ നമ്മൾ കവർ ചെയ്യുക. ഈ ഒരു ഫ്ലോ എല്ലാവരും അറിഞ്ഞിരിക്കണം, എല്ലാവരും പഠിച്ചിരിക്കണം. ഓക്കെ, സെയിൽസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്താൽ കോൺട്രിബ്യൂഷൻ മാർജിൻ കിട്ടും. കോൺട്രിബ്യൂഷൻ മാർജിനിൽ നിന്നും ഫിക്സഡ് കോസ്റ്റ് നമ്മൾ ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് പിന്നെ എന്ത് കിട്ടുക? പ്രോഫിറ്റ് കിട്ടുക. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ടോപ്പിക് പഠിക്കുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ടേംസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ദെൻ വേരിയബിൾ ഓർ ഡയറക്റ്റ് മെത്തേഡിന്റെ ഫ്ലോ നമ്മൾ പഠിച്ചു. ഇനി നമുക്കൊരു കഥ പറഞ്ഞു തുടങ്ങാം. ഓക്കെ, നമുക്കൊരാളെ പരിചയപ്പെടാം. ഇതാണ് അനുനു. അനുനു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കിടിലൻ ഷെഫാണ് ആൻഡ് നന്നായിട്ട് ബിസിനസ് ചെയ്യാനൊക്കെ ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു ടൈമിലാണ് അനുവിൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു സമ്മർ ക്യാമ്പ് വരുന്നത്. ഓക്കെ, സമ്മർ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അനുവിന് ചോദിച്ചു, സമ്മർ ക്യാമ്പ് അല്ലേ,
എല്ലാവർക്കും നല്ല ദാഹമൊക്കെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരു വാട്ടർമെലൻ ജ്യൂസിൻ്റെ സ്റ്റോൾ അവിടെ ഇട്ടാലോ എന്ന് അനുവിന് ആലോചിച്ചു. അപ്പോൾ അനുവിനു അങ്ങനെ സ്റ്റോള് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത്. പക്ഷെ അനുവിന് ഈ ബിസിനസ് ചെയ്യാൻ ആഗ്രഹം മാത്രമേ ഉള്ളൂ, അങ്ങനെ അധികം ബിസിനസ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ അനുവിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സെനു അത്യാവശ്യം ബിസിനസ് മൈൻഡുള്ള ഒരാളാണ്. അപ്പോൾ എന്ത് ചെയ്ത് സെനുവിനെയും അനുവിനും കൂടെ കൂട്ടി. അങ്ങനെ ഇവരെന്ത് ചെയ്ത് സ്റ്റോളൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, അതിലേക്ക് തുടങ്ങിക്കൊണ്ടിരിക്കുക. അന്നപ്പം അനുവിന് പെട്ടെന്നൊരു ചോദ്യം ചോദിച്ചു സനുവിൻ്റെ അടുത്ത്. ഓക്കെ, അനുവിനു പെട്ടെന്ന് സെനുവിൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചു, നമ്മൾ എത്ര ഗ്ലാസ് വാട്ടർമെലൻ ജ്യൂസ് വിറ്റാലാണ്, സെല്ല് ചെയ്താലാണ് നമ്മൾക്ക് ചിലവായ എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടുകയാണ്. സെനു എല്ലാം കൂടി കൺഫ്യൂസ്ഡ് ആയി, അല്ലെങ്കിൽ ടെൻഷൻ ആയിപ്പോയി. കാരണം ബിസിനസ്സൊക്കെ അറിയാമെന്ന് ഇവൻ്റെ അടുത്ത് പറയുകയും ചെയ്ത് ഇവന് ഇങ്ങനത്തെ ഒരു ഡൗട്ടും ചോദിച്ച് എന്താ ചെയ്യാന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പം സെനുവിൻ്റെ ഒരു തലയിൽ എന്ത് വന്നു, ആ ഒരു ബൾബ് കത്തി. ഓക്കെ, ആ ഒരു ബൾബ് കത്തി. CVP അനാലിസിസ് യൂസ് ചെയ്താൽ പോരെ? അങ്ങനെ ചോദിച്ചു. അതായത് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് ഇത് യൂസ് ചെയ്താൽ പോരെ? അതിനുവേണ്ടി സെനു എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ചിലവായിട്ടുള്ള എല്ലാ വേരിയബിൾ കോസ്റ്റും, എല്ലാ കോസ്റ്റിനെയും വേരിയബിളും ഫിക്സഡും ആക്കി എന്ത് ചെയ്തു, സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇവർക്ക് ചിലവായിട്ടുള്ള, ഇവർ ഇൻക്വയർ ചെയ്യേണ്ടി വന്നിരിക്കുന്ന എല്ലാ കോസ്റ്റുകളെയും വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇവർക്ക് എന്തൊക്കെ ആയിരിക്കടാ വേരിയബിൾ കോസ്റ്റ് ആയിട്ട് വരിക? ജ്യൂസ് കൊടുക്കുന്ന കപ്പ്, ദെൻ ഐസ് ക്യൂബ്, വാട്ടർമെലൻസ് അല്ലേ, വാട്ടർമെലൻസ്, ഇതൊക്കെ ആയിരിക്കും ഇവരുടെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവർ ഇൻക്വയർ ചെയ്തിരിക്കുന്ന ഫിക്സഡ് കോസ്റ്റ് എന്തൊക്കെയായിരിക്കും, ഇവർക്ക് ചിലവായ ഫിക്സഡ് കോസ്റ്റ് എന്തൊക്കെയായിരിക്കും? നമുക്കറിയാം ഏതൊരു സ്ഥലത്ത് പോയിട്ടാണെങ്കിലും നമ്മളൊരു സ്റ്റോൾ ഇടുമ്പം ആ സ്റ്റോൾ നമ്മൾ റെന്റ് കൊടുക്കണം. ആ റെന്റാണ് ഇവരുടെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ലെറ്റ്സ് സേ ഇതൊക്കെ എഴുതി വന്നപ്പം ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയത് ഒരു $30 ആണ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയത് $30 ആണ്. റെൻ്റായിട്ട് നമുക്ക് വന്നത് $500 ആണ്. $500 ആണ്. ഓക്കെ, ആൻഡ് ഇപ്പം നമുക്ക് ആ ഫ്ലോ അങ്ങ് എഴുതാം. ഇവർ ഒരു ഗ്ലാസ് സെല് ചെയ്യുന്നത്, ഒരു വാട്ടർമെലൻ ജ്യൂസിൻ്റെ ഗ്ലാസ് ഒരു സെല് ചെയ്യുന്നത്, ഗ്ലാസ് ഓഫ് ജ്യൂസ് സെല് ചെയ്യുന്നത് $50 അല്ലെങ്കിൽ $50. ഓക്കെ, അതിൽ നിന്നും ഇവർക്ക് ചിലവായ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഡിഡക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടൂടാ? വേരിയബിൾ കോസ്റ്റ് എത്ര? 30 അല്ലേ? ഡിഡക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ് കിട്ടും. എത്രയാണ്? ഒരു ഗ്ലാസിന്റെ മേലെ അവർക്ക് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ മാർജിൻ എത്രയാ? ഒരു ഗ്ലാസിന്റെ മേലെ അവർ കിട്ടുന്ന കോൺട്രിബ്യൂഷൻ മാർജിൻ $20 ആണ് അല്ലേ? അതായത് ഒരു ഗ്ലാസ് സെല് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന സെയിൽസ് റവന്യൂവിൽ നിന്നും ഒരു ഗ്ലാസിന് അവർക്ക് ചെലവായ വേരിയബിൾ കോസ്റ്റ്, അതായത് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഡിഡക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ഗ്ലാസിന്റെ മേലെ അവർക്ക് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ മാർജിൻ കിട്ടും. അതാണ് എത്ര? $20 അല്ലേ? അപ്പോൾ ഈ $20 ഈ കോൺട്രിബ്യൂഷൻ മാർജിൻ യൂസ് ചെയ്തിട്ടാണ് അവരുടെ ഫിക്സഡ് കോസ്റ്റിനെ അവർ കവർ ചെയ്യുന്നത്. അപ്പൊ നോക്കുക, ഇവർക്കുള്ള ഫിക്സഡ് കോസ്റ്റ് എത്രയാ? 500. അതായത് ഈ സ്റ്റോളിന്റെ റെന്റ് ആണ് ഇവരുടെ ഫിക്സഡ് കോസ്റ്റ് അല്ലേ? അതായത് $500. അപ്പൊ ഈ $500 ഇവർ കവർ ചെയ്യുന്നത് എന്താണ്? CM പെർ യൂണിറ്റ് എത്രയാ? 20 ആണ്. അപ്പൊ എത്ര കിട്ടും? 500 ഡിവൈഡഡ് ബൈ 20, 25 എന്ന് കിട്ടും. 25 എന്ന് കിട്ടും. അതായത് 25 ഗ്ലാസ് സെല് ചെയ്യുമ്പോൾ ഇവർക്ക് ചെലവായിട്ടുള്ള എമൗണ്ട് ഇവർക്ക് തിരിച്ചു കിട്ടും, അതായത് തിരിച്ചു പിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, they will be in a situation where there is no profit, no gain. അതായത് ഇവരുടെ ബ്രേക്ക് ഈവൻ പോയിന്റ്. ഓക്കെ, നേരത്തെ നമ്മൾ ടേംസ് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ഒരു പ്രോഫിറ്റും ഒരു ലോസും ഇല്ലാത്ത പോയിന്റ്. അതായത് നമ്മൾ ഇൻക്വയർ ചെയ്ത കോസ്റ്റ് തന്നെയാണ് നമ്മളുടെ റവന്യൂ. ആ പോയിന്റിന് എന്താ പറയാ? ബ്രേക്ക് ഈവൻ പോയിന്റ്. ക്വസ്റ്റ്യനിൽ ചോദിക്കും ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോ പ്രോഫിറ്റ് നോ ഗെയിൻ പോയിന്റ് അല്ലെങ്കിൽ സിറ്റുവേഷൻ. ഓക്കെ, സോ ഇവിടെ 25 ഗ്ലാസ് സെല് ചെയ്യുമ്പോഴാണ് ഇവരുടെ ബ്രേക്ക് ഈവൻ ഹിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവർക്ക് ചെലവായ എമൗണ്ട് ഫുള്ള് ഇവർക്ക് തിരിച്ചു പിടിക്കാൻ വേണ്ടി പറ്റുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പെർ യൂണിറ്റ് കോൺട്രിബ്യൂഷൻ മാർജിൻ. ഓക്കെ, ഇവർക്ക് ചെലവായിട്ടുള്ള ഫിക്സഡ് കോസ്റ്റ് ആയ $500 ഡിവൈഡഡ് ബൈ പെർ യൂണിറ്റ് കോൺട്രിബ്യൂഷൻ മാർജിൻ, ദാറ്റ് ഇസ് $20. ചെയ്യുമ്പോൾ എത്ര കിട്ടും? 25 കപ്പ് അല്ലെങ്കിൽ 25 ഗ്ലാസ് ഓഫ് വാട്ടർമെലൻ ജ്യൂസിന് കിട്ടും. അന്നപ്പം അനുവിന് പറഞ്ഞു, എടാ ഞാൻ ശരിക്കും നമ്മൾ ചിലവാക്കിയ എമൗണ്ട് തിരിച്ചു കിട്ടാനാണോ നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത്? എനിക്ക് ശരിക്കും ഒരു ഷൂ വാങ്ങണം. ഓക്കെ, എനിക്ക് ശരിക്കും ഒരു $4000 അല്ലെങ്കിൽ $4000 ഒരു ഷൂ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഇത് വാങ്ങുന്ന ലക്ഷ്യത്തോടെയാണ് ഞാൻ ഈ ഒരു സമ്മർ ക്യാമ്പിൽ സ്റ്റോൾ ഇടാൻ വേണ്ടി വെച്ചത്. ആൻഡ് സെനുവും പറഞ്ഞ് എനിക്കും ഒരു 1000 ആവശ്യമുണ്ട്. ഓക്കെ, എനിക്കൊരു 1000 എൻ്റെ ഫ്രണ്ടിന് കൊടുക്കാനായിട്ടുണ്ട്. സോ അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനും എന്ത് ചെയ്തത്? ഞാനും ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി വന്നത്. ഓക്കെ,
സോ ഈ കോൺട്രിബ്യൂഷൻ മാർജിൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് മാത്രമാണ് ഇപ്പോൾ കവർ ചെയ്യേണ്ടത്? അല്ല. കാരണം എന്താ, ഇവർക്കും ഇവരുടേതായ ആവശ്യങ്ങളുണ്ട്. ഇതും കവർ ചെയ്യണം നമുക്ക്. ഇതും ഈ ഗ്ലാസ് ഓഫ് വാട്ടർമെലന്റെ ജ്യൂസ് വിറ്റിട്ട് തന്നെ നമുക്ക് തിരിച്ചു പിടിക്കണ്ടേ? സോ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മുന്നേ എഴുതിയത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്യുക. ഇവിടെ നമുക്ക് തിരിച്ചു പിടിക്കേണ്ട കോസ്റ്റ് എന്തൊക്കെയാ? ഫിക്സഡ് ആയിട്ട് നമുക്ക് ചിലവായ കോസ്റ്റ് ആണോ തിരിച്ചു പിടിക്കേണ്ടത്? അല്ല. പ്ലസ് ഇവർക്ക് അനുവിന് വേണ്ട 4000 പ്ലസ് സെനുവിന് വേണ്ട 1000. ടോട്ടൽ എത്രയായിടാ? ടോട്ടൽ ഇവിടെ 5000 5500 ആയി. $5,500 ആണ് ഇവർക്ക് തിരിച്ചു പിടിക്കേണ്ടത്. ഒരു ഗ്ലാസിന്റെ മേലേക്ക് അവർക്ക് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ മാർജിൻ എത്രയാ? കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ് എത്രയാ? 20 ആണ് അല്ലേ? 20 ആണ്. സോ 5500 ഡിവൈഡഡ് ബൈ 20, ദാറ്റ് ഈസ് 275 ഗ്ലാസ്. 275 ഗ്ലാസ് സെല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 275 ഗ്ലാസ് സെല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഇവർക്ക് ചെലവായിട്ടുള്ള എമൗണ്ട് പ്ലസ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ്. ഇവർക്ക് എത്രയാ പ്രോഫിറ്റ് വേണ്ടത്? ടോട്ടൽ 5000 പ്രോഫിറ്റ് വേണം. 4000 ആർക്ക് വേണം? അനുവിന് ഷൂ വാങ്ങാൻ വേണം. 1000 സെനുവിന് അവന്റെ ഫ്രണ്ടിന് കൊടുക്കാനുള്ള എമൗണ്ട് വേണം. സോ ഇവർക്ക് ഇൻക്വയർ ആയ കോസ്റ്റ് പ്ലസ് ഈ 5000 കൂടി അവർക്ക് തിരിച്ചു പിടിക്കണം. സോ നമ്മൾ എന്ത് ചെയ്തു? ഫിക്സഡ് കോസ്റ്റിന്റെ കൂടെ ഇവർക്ക് എത്രയാണോ പ്രോഫിറ്റ് ആയിട്ട് വേണ്ടത്, 5000 ആണ് പ്രോഫിറ്റ് ആയിട്ട് വേണ്ടത്, അതും കൂടി നമ്മൾ ആഡ് ചെയ്തു. ഇതാണ് നമുക്ക് ടോട്ടൽ തിരിച്ചു പിടിക്കാനുള്ള എമൗണ്ട്. കോൺട്രിബ്യൂഷൻ മാർജിൻ വെച്ചിട്ട് തിരിച്ചു പിടിക്കാനായിട്ടുള്ള എമൗണ്ട്. സോ നമ്മൾ അത് ടോട്ടൽ എഴുതി, ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എഴുതി. എത്രയാ? 20. സോ 275 ഗ്ലാസ് സെല് ചെയ്താൽ ഇവർക്ക് ഇവരുടെ കോസ്റ്റും കവർ ചെയ്യാൻ വേണ്ടി പറ്റും, ഇവർക്ക് ആവശ്യമുള്ള പ്രോഫിറ്റും ഇവർക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം 275 ഗ്ലാസ്. ലെറ്റ്സ് സേ ഈ ഒരു ക്യാമ്പിൽ ആകെ 30 ആളെ ക്യാമ്പിൽ പങ്കെടുക്കുന്നുള്ളൂ. 30 ആളെ പങ്കെടുക്കുന്നുള്ളൂ. ഇത് ഒരു ദിവസത്തെ ക്യാമ്പാന്ന് ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യാം. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ദിവസത്തെ ക്യാമ്പിൽ 30 ആളെ പങ്കെടുക്കുന്നുള്ളൂ. എല്ലാവരും കൂടി ചേർന്ന് 275 ഗ്ലാസ് ഓഫ് വാട്ടർമെലൺ ജ്യൂസ് കുടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ചാൽ ചിലപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയെന്ന് വരില്ല, ചിലപ്പം പറ്റൂല. 30 ആളും ചേർന്നാൽ എല്ലാവരും ഒരു 3 നേരം വെച്ച് ഓരോ ഗ്ലാസ് കുടിച്ചാലും 90 ഗ്ലാസ്സേ ആവുള്ളൂ, 275 ആവില്ല. അപ്പം അവരെന്ത് ചെയ്യണം? അപ്പം ആ ഡിസിഷൻ എടുക്കുമ്പോൾ അവരെന്ത് ചെയ്യണം? ഒന്നില്ലെങ്കിൽ ഇവരുടെ സെല്ലിംഗ് പ്രൈസ് കൂട്ടണം, ഒന്നില്ലെങ്കിൽ അവരുടെ സെല്ലിംഗ് പ്രൈസ് 50നേക്കാൾ കൂടുതലുള്ള ഒരു പോയിന്റിൽ സെല് ചെയ്താലേ ഇവർക്ക് കുറഞ്ഞ ഗ്ലാസ്സിൽ ഇവരുടെ കോസ്റ്റ് കവർ ചെയ്യാനും ഇവർക്ക് ആവശ്യമുള്ള പ്രോഫിറ്റ് കവർ ചെയ്യാനും വേണ്ടി പറ്റുള്ളൂ അല്ലേ? അതായത് 30 ആളേ ഉള്ളൂ. അപ്പോൾ ഒരു 90 ഗ്ലാസ് ഒക്കെ മാക്സിമം ഒരാൾ കുടിക്കുള്ളൂ എന്ന് വെച്ചോ. അപ്പം എന്ത് ചെയ്യണം? ഇവിടെ സെയിൽസ് റവന്യൂ കൂട്ടേണ്ടി വരും. സെയിൽസ് റവന്യൂ കൂട്ടണമെങ്കിൽ സെല്ലിംഗ് പ്രൈസ് കൂട്ടേണ്ടി വരും. ഇത്തരം ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? CVP അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഡിസിഷനിൽ എടുക്കുന്നത്, അതായത് കറന്റ് വിൽക്കുന്ന $50 സെല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ബ്രേക്ക് ഈവൻ ഹിറ്റ് ചെയ്യണമെങ്കിൽ എത്ര വേണം? 500 ഡിവൈഡഡ് ബൈ 20, ദാറ്റ് ഈസ് 25. 25 ഗ്ലാസ് വിറ്റ് കഴിഞ്ഞാൽ ബ്രേക്ക് ഈവൻ ഹിറ്റ് ചെയ്യാം. 275 ഗ്ലാസ് സെല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ആവശ്യമുള്ള ബ്രേക്ക് ഈവൻ പ്ലസ് ഇവർക്ക് ആവശ്യമുള്ള പ്രോഫിറ്റും ഇവർക്ക് കിട്ടും. ഇനി നമ്മൾ നോക്കുമ്പോൾ ആളെണ്ണം അനുസരിച്ച് ആളെണ്ണം കുറവാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഡിസിഷൻ എടുക്കണം. അയ്യോ, ഇനി എന്ത് ചെയ്യും? അപ്പം അനലൈസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? സെല്ലിംഗ് പ്രൈസ് കൂട്ടി വെക്കുക. ഓക്കെ, മനസ്സിലായോ? ഇത്തരം ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് CVP അനാലിസിസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഇത് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യനിൽ ബ്രേക്ക് ഈവൻ പോയിന്റ് സോറി, ഞാൻ അവിടെ ഒന്ന് കൂടി എഴുതാം. വേരിയബിൾ കോസ്റ്റ് എത്രയായിരുന്നു ഇവർക്ക്? 30 ആണ്. ഇവിടെ CM പെർ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 20 ആണ്. ഇവരുടെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 500 ആണ്. ദെൻ $500 ആണ്. ദെൻ ഇവർക്ക് ആവശ്യമുള്ള പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5000 ആണ് അല്ലേ? സോ ബ്രേക്ക് ഈവൻ പോയിന്റ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതെങ്കിൽ ഇവർ എത്ര ഗ്ലാസ് ഓഫ് വാട്ടർമെലൺ ജ്യൂസ് സെല് ചെയ്താലാണ് ഇവർക്ക് നോ പ്രോഫിറ്റ് നോ ലോസ് എത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫിക്സഡ് ആയിട്ട് എത്രയാണോ കോസ്റ്റ് വരുന്നത് ഡിവൈഡഡ് ബൈ പെർ യൂണിറ്റ് CM, ദാറ്റ് ഈസ് 25 ഗ്ലാസ് അല്ലേ? 25 ഗ്ലാസ് ഓഫ് വാട്ടർമെലൺ ജ്യൂസ്. ഇനി ഇവരുടെ പ്രോഫിറ്റും കൂടിയും കവർ ചെയ്യണമെങ്കിൽ എന്താണ്? 500 ഫിക്സഡ് കോസ്റ്റ് മാത്രം കവർ ചെയ്താൽ മതിയോ? പറ്റൂല. അവരുടെ പ്രോഫിറ്റും കൂടി അവർക്ക് കവർ ചെയ്യണമെങ്കിൽ എത്ര സെല് ചെയ്യേണ്ടി വരും? 275 ഗ്ലാസ് സെല് ചെയ്യേണ്ടി വരും. 275 ഗ്ലാസ് സെല് ചെയ്യേണ്ടി വരും. ഈ 2 മോഡലിലാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പം ബാക്കി ഞാൻ പറഞ്ഞ കാര്യം, അതായത് ആൾക്കാരുടെ എണ്ണം ഒന്നും അങ്ങനെ ക്വസ്റ്റ്യനിൽ കാണുന്നില്ല. അത് നമ്മൾ ഒരു റിയൽ ലൈഫിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. നമുക്കിത് വെച്ചിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. സെല്ലിംഗ് പ്രൈസ് കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ,
ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. Thomson Electronics company is developing a new product, surge protectors for high voltage electrical flows. The following cost information relates to the product. അപ്പോൾ താഴെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ ആയിട്ട് ഒരു യൂണിറ്റിന് 3.25 ആണ്. ഡയറക്റ്റ് ലേബർ ആയിട്ട് ഒരു യൂണിറ്റിന് എത്രയാണ്? $4 ആണ്. ആൻഡ് ഡിസ്ട്രിബ്യൂഷന് ഒരു യൂണിറ്റിന് $0.75 ആണ്. ഓക്കെ, the company will also be absorbing 120,000 of additional fixed cost associated with the new product. മേലെ കൊടുത്തിരിക്കുന്ന വേരിയബിൾ കോസ്റ്റ് കൂടാതെ 120,000ന്റെ ഫിക്സഡ് കോസ്റ്റും കൂടിയും കമ്പനിക്ക് ഇൻക്വയർ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഓക്കെ, a corporate charge of 20,000 currently absorbed by the other products will be allocated to the new products. അപ്പോൾ ഇതെന്താ ഇവിടെ പറയുന്നത്? എ കോർപ്പറേറ്റ് ഫിക്സഡ് ചാർജ്. ഓക്കെ, കോർപ്പറേറ്റ് ഫിക്സഡ് ചാർജ് ഓഫ് $20,000 കറന്റ്ലി അബ്സോർബ്ഡ് ബൈ അതർ പ്രൊഡക്ട്സ്. അതായത് ഇത് കോർപ്പറേറ്റ് ചാർജ് ആണ്, കോർപ്പറേറ്റ് ഫിക്സഡ് ചാർജ്. കോർപ്പറേറ്റ് ഓഫീസിന്റെയും അവിടുത്തെ ചെലവൊക്കെ എന്ത് ചെയ്യും? താഴെ ഇരിക്കുന്ന ബ്രാഞ്ചസിലേക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ ഇത് ഈ ഒരു പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ ബാക്കി പ്രൊഡക്ട്സിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കായിരുന്നു. അതാ അവിടെ പറഞ്ഞത് അബ്സോർബ്ഡ് ബൈ അതർ പ്രൊഡക്റ്റ്. ഇതുവരെ ബാക്കി പ്രൊഡക്ട്സിലായിരുന്നു, അത് ഈ പുതിയ പ്രൊഡക്റ്റിലേക്കും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന പറയുന്നത് അല്ലേ. പക്ഷേ ഈ പ്രൊഡക്റ്റ് ഇല്ലായിരുന്നെങ്കിൽ അത് ബാക്കി പ്രൊഡക്റ്റിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടായിരുന്നു. ഇവിടെ എന്താ മീൻ ചെയ്യുന്നത്? ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ മാത്രമായിട്ട് ഇവിടെ ഉണ്ടായിരിക്കുന്ന കോസ്റ്റ് അല്ല ഇത്. ഓക്കെ, ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ മാത്രമായിട്ട് ഇവിടെ ഉണ്ടായിരിക്കുന്ന കോസ്റ്റ് അല്ല ഇത്. ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ ബാക്കി പ്രൊഡക്ട്സിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടിയിരുന്ന കോസ്റ്റ് ആണത്. സോ അത് ഡിസിഷൻ മേക്കിന് ഇറലവൻ്റ് ആണ്, നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പ്രൊഡക്റ്റ്, നമ്മൾ പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ്, അതായത് ഈ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് എത്രയാണോ കോസ്റ്റ് വന്നത് അത് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, സോ ക്വസ്റ്റ്യൻ അത് ചോദിക്കുന്നത് ഇഫ് ദ സെല്ലിംഗ് പ്രൈസ് ഈസ് 14, the break even point in units. break even point in units ആണ് ചോദിക്കുന്നത്. എത്ര യൂണിറ്റ് സെല് ചെയ്താലാണ് നമുക്ക് നോ പ്രോഫിറ്റ് നോ ഗെയിൻ സിറ്റുവേഷനിലേക്ക് എത്താൻ വേണ്ടി പറ്റുക? അല്ലെങ്കിൽ എന്താണ്? അവർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു അവർ റവന്യൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് എഴുതി വെക്കാം. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്, ഒരു യൂണിറ്റ് ഉണ്ടാക്കാനുള്ള വേരിയബിൾ കോസ്റ്റ് എത്രയാണ്? അവിടെ മെറ്റീരിയൽ ആയിട്ട് ഒരു യൂണിറ്റ് ഉണ്ടാക്കാനായിട്ട് ഡയറക്റ്റ് മെറ്റീരിയൽ ആയിട്ട് 3.25 ഉണ്ട്, ഡയറക്റ്റ് ലേബർ ആയിട്ട് 4 ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് 0.75 ഉണ്ട്. ദാറ്റ് ഈസ് 8. നമുക്ക് വേരിയബിൾ കോസ്റ്റ് ആയിട്ട് ഇവിടെ ഉള്ളത് 8 ആണ്. $8 പെർ യൂണിറ്റ് ആണ്. ഓക്കെ, ദെൻ നമ്മളുടെ ക്വസ്റ്റ്യനിൽ വേറെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് $14 പെർ യൂണിറ്റ്. ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്, എത്രയാണ്? 120,000 അല്ലേ? 120,000. എന്തുകൊണ്ടാണ് 120,000 എടുക്കാത്തത് ഞാൻ പറഞ്ഞു. നമുക്ക് ആകെ വരുന്നത് എന്താണ്? ഫിക്സഡ് കോസ്റ്റ് ആയിട്ട് 120,000 ആണ്. ഇനി നമുക്ക് ആ ഫ്ലോ അങ്ങ് എഴുതാം അല്ലേ? സെയിൽസ് നിന്ന് സെല്ലിംഗ് പ്രൈസ് നിന്ന് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ് കിട്ടും. പെർ യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ് ഈസ് 14, പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് ഈസ് 8. 14 8 പോയിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 6 ആണ് നമ്മളുടെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ കോൺട്രിബ്യൂഷൻ മാർജിൻ യൂസ് ചെയ്തിട്ട് വേണം നമ്മളുടെ ഫിക്സഡ് കോസ്റ്റിന് നമ്മൾ കവർ ചെയ്യാനായിട്ട് അല്ലേ. ഇവിടെ ഫിക്സഡ് കോസ്റ്റ് എത്രയാണ് വരുന്നത്? 120K ആണ്. ഡിവൈഡഡ് ബൈ 6 ചെയ്യുമ്പോൾ എത്ര കിട്ടുക? നേരെ തന്നെ കട്ട് ചെയ്യുക അല്ലേ? 20,000. അതായത് 20,000 യൂണിറ്റ്സ് 20,000 യൂണിറ്റ്സ് സെല് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബ്രേക്ക് ഈവൺ ഹിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമുക്ക് ചിലവായിട്ടിരിക്കുന്ന എമൗണ്ട് നമുക്ക് തിരിച്ചു പിടിക്കാൻ വേണ്ടി പറ്റും. അതായത് നോ പ്രോഫിറ്റ് നോ ലോസ് പോയിന്റിലെത്തും അല്ലേ. 20,000 യൂണിറ്റ്സ്. ഇത് ഞാൻ എങ്ങനെയാണ് കണ്ടത്? നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സെല്ലിംഗ് പ്രൈസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും, കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ് കിട്ടും അല്ലേ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 20,000 യൂണിറ്റ്സ് എന്ന് കിട്ടും. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ABC കമ്പനി മാനുഫാക്ചേഴ്സ് സ്റ്റേക്ക് ബോർഡ്സ് ആൻഡ് ഈസ് ഇൻ ദ പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് നെക്സ്റ്റ് ഇയേഴ്സ് ബഡ്ജറ്റ്. ദ പ്രൊഫോമ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഫോർ ദ കറന്റ് ഇയർ ഈസ് പ്രസന്റഡ് ആസ് ഫോളോസ്. അപ്പോൾ താഴെ ഇൻകം സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ ഐറ്റംസ് ഉള്ളത്? സെയിൽസ് ഉണ്ട്, 1.5 million സെയിൽസ് ഉണ്ട്. അതിൽ നിന്നും കോസ്റ്റ് ഓഫ് സെയിൽസ്, അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് എന്തൊക്കെ ഉണ്ടായില്ല? ഡയറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റുകളുണ്ട്, ദാറ്റ് ഈസ് ദ വേരിയബിൾ കോസ്റ്റുകൾ. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ദെൻ വേരിയബിൾ ഓവർഹെഡ്, ദെൻ ഫിക്സഡ് ഓവർഹെഡ് തന്നിട്ടുണ്ട്. ഓക്കെ, അത് എത്രയാണ്? 100,000 ആണ്.
100,000 ആണ്. ഇവിടെ ആയിരുന്നു വരേണ്ടത്, ഒന്ന് താഴോട്ട് ടൈപ്പ് എഴുതിയത്, ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് സെയിൽസ് മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അതിൽ നിന്നും പീരീഡ് കോസ്റ്റുകളായിട്ടുള്ള എന്തൊക്കെ ഐറ്റംസ് ഉള്ളത്? ഇവിടെ സെല്ലിംഗ് ആൻഡ് ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, അത് വേരിയബിളും തന്നിട്ടുണ്ട് 200,000, ഫിക്സഡ് തന്നിട്ടുണ്ട് 250,000. ഓക്കെ, അപ്പം നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും സെല്ലിംഗ് എക്സ്പെൻസസ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സെല്ലിംഗ് ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് ഓപ്പറേറ്റിംഗ് ഇൻകം കിട്ടും. ഓക്കെ, ഇനി ദ ബ്രേക്ക് ഈവൻ പോയിന്റ് റൗണ്ടഡ് ടു ദ നിയറസ്റ്റ് ഡോളർ ഫോർ ദ ബാർനസ് കോർപ്പറേഷൻ ഫോർ ദ കറന്റ് ഇയർ ഈസ്. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? ബ്രേക്ക് ഈവൻ പോയിന്റ് ആ ചോദിച്ചത്. പക്ഷേ എത്ര യൂണിറ്റ്സ് സെല് ചെയ്താലാണ് നമുക്ക് ചെലവായ എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടാനല്ല ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. നേരത്തെ നമ്മൾ എന്തായിരുന്നു ചെയ്തത്? എത്ര യൂണിറ്റ്സ് സെല് ചെയ്താലാണ്, അല്ലെങ്കിൽ എത്ര ഗ്ലാസ് സെല് ചെയ്താലാണെന്നായിരുന്നു. ഇവിടെ എന്താ ചോദിച്ചത്? ഡോളറാ ചോദിച്ചത്. എത്ര സെയിൽസ് റവന്യൂ ഉണ്ടായാലാണ് നമ്മൾക്ക് ചെലവായിട്ടുള്ള കോസ്റ്റ് നമുക്ക് തിരിച്ചു പിടിക്കാൻ വേണ്ടി പറ്റുക. ഇതാണ് ക്വസ്റ്റ്യൻ്റെ അകത്ത് ചോദിക്കുന്നത്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ്റെ അകത്ത് ചോദിക്കുന്നത്. അപ്പം നേരത്തെ ചെയ്തതിലും ചെറിയൊരു ഡിഫറൻസ്, ചെറിയതായിട്ടൊരു ഡിഫറൻസേ ഉള്ളൂ. അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. നേരത്തെ നമ്മൾ എന്തായിരുന്നു ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്തത്? ഫിക്സഡ് കോസ്റ്റിനെ എടുത്ത് എഴുതി. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ്. ഇതായിരുന്നു നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട്. അതായത് എത്ര യൂണിറ്റ്സ് സെല് ചെയ്താലാണ്, അല്ലെങ്കിൽ എത്ര ഗ്ലാസ് സെല് ചെയ്താലാണ് നമ്മൾക്ക് ചിലവായ എമൗണ്ട് തിരിച്ചു കിട്ടാൻ, അല്ലേ? ഇവിടെ നമ്മളോട് സെയിൽസ് ഡോളറാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മളിവിടെ കോൺട്രിബ്യൂഷൻ മാർജിൻ്റെ റേഷ്യോ കാണണം. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ മാർജിൻ റേഷ്യോ. അപ്പോൾ അടുത്ത ചോദ്യം, എന്താണ് കോൺട്രിബ്യൂഷൻ മാർജിൻ റേഷ്യോ? സിമ്പിളാണ്. നമ്മൾ സാധാ പോലെ കോൺട്രിബ്യൂഷൻ മാർജിൻ കാണാം. അതായത് സെയിൽസ് റവന്യൂവിൽ നിന്നും നമ്മൾ എന്ത് കാണാം? വേരിയബിൾ കോസ്റ്റിനെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ മാർജിൻ കിട്ടും. ഫോർ ലെറ്റ്സ് സേ $50 ആണ് നമ്മളുടെ സെയിൽസ് റവന്യൂ. $50 ആണ്, $50 ആണ്. അതിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് ആയിട്ടുള്ള $20 മൈനസ് ചെയ്യുമ്പോൾ നമ്മളുടെ കോൺട്രിബ്യൂഷൻ മാർജിൻ $30 കിട്ടിയെന്ന് വിചാരിക്കാം. $50 ആണ് നമ്മളുടെ സെയിൽസ് റവന്യൂ. അതിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് ആയ $20 ഡിഡക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 ആണ്. ഇനി എന്താണ് കോൺട്രിബ്യൂഷൻ മാർജിൻ റേഷ്യോ? അതായത് നമ്മളുടെ സെയിൽസ് റവന്യൂവിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് നമുക്ക് കോൺട്രിബ്യൂഷൻ മാർജിനായിട്ട് കിട്ടിയത്? അതായത് നമ്മളുടെ സെയിൽസ് റവന്യൂ ആയ $50 എത്ര പെർസെൻറ്റേജ് ആണ് കോൺട്രിബ്യൂഷൻ മാർജിൻ ആയിട്ടുള്ള $30? എങ്ങനെയാ കാണുന്നത്? നമ്മൾ ന്യൂമറേറ്ററിൽ 13 എഴുതുക, ഡിനോമിനേറ്ററിൽ 15 എഴുതുക. ഇതിൻ്റെ അർത്ഥം എന്താ? 50ൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് 30 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 30 ഡിവൈഡ് ബൈ 50, 60 അല്ലെങ്കിൽ 0.6 എന്ന് കിട്ടിയില്ലേ? അതായത് 60%. $50 60% ആണ് $30. ഇതാണ് കോൺട്രിബ്യൂഷൻ മാർജിൻ റേഷ്യോ. നമ്മൾ ജസ്റ്റ് ഇവിടെ ആ 0.6 എന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി. മുന്നേ കണ്ടുപിടിച്ചത് ഈ CM ഇവിടത്തോടെ കയ്യിൽ CM കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ CM പെർ യൂണിറ്റ് കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ഒരു അഡീഷണൽ സ്റ്റെപ്പും കൂടി. CM എന്ന് പറയുന്നത് സെയിൽസ് റവന്യൂവിൻ്റെ, അല്ലെങ്കിൽ സെയിൽസ് റവന്യൂവിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് CM, ആ ഒറ്റ സ്റ്റെപ്പും കൂടി ചെയ്താൽ മാത്രം മതി. വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല, കൺഫ്യൂസിങ് അല്ല. അപ്പം ക്വസ്റ്റ്യനിലെ യൂണിറ്റ്സോ, അല്ലെങ്കിൽ എത്ര ഗ്ലാസിൻ്റെ എണ്ണാണ്, അല്ലെങ്കിൽ എത്ര യൂണിറ്റ്സ് സെല് ചെയ്താലാണ് നമുക്ക് ബ്രേക്ക് ഈവൻ ഹിറ്റ് ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതാ ഫോളോ ചെയ്യേണ്ടത്? നമ്മൾ ഈ ഒരു മെത്തേഡ്, അതായത് കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ് ആണ് ഫോളോ ചെയ്യേണ്ടത്. പകരം ക്വസ്റ്റ്യനിൽ റവന്യൂ അല്ലെങ്കിൽ ഡോളർ എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ ഏതാണ് ചൂസ് ചെയ്യേണ്ടത്? കോൺട്രിബ്യൂഷൻ മാർജിൻ റേഷ്യോ ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഫ്ലോ ഒന്ന് എഴുതാം. സെയിൽസ് റവന്യൂ ഇവിടെ എത്രയാണ് സെയിൽസ് റവന്യൂ ആയിട്ടുള്ളത്? 1.5 മില്യൺ ആണ് ഇവിടുത്തെ സെയിൽസ് റവന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിൽ നിന്നും വേരിയബിൾ കോസ്റ്റുകൾ മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കോൺട്രിബ്യൂഷൻ മാർജിൻ കിട്ടുക, അല്ലേ? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന വേരിയബിൾ കോസ്റ്റ് എന്തൊക്കെയാണ്? ഇവിടെ തന്നിരിക്കുന്ന ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട് 250,000. ഓക്കെ, 250,000 ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്. ഡയറക്റ്റ് ലേബർ ആയിട്ട് 150,000 ഉണ്ട്. പ്ലസ് വേരിയബിൾ ഓവർഹെഡ് ആയിട്ട് 75,000 ഉണ്ട്. പ്ലസ് വേരിയബിൾ, അപ്പം നമുക്ക് ഡയറക്റ്റ് ആയത് മാനുഫാക്ചറിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടി. അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, മാനുഫാക്ചറിങ് ഓവർഹെഡ്, വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡ് 3 ആഡ് ചെയ്തപ്പോൾ 475 എന്ന് കിട്ടി. നിർത്തി, കഴിഞ്ഞില്ല. അവിടെ എന്തുണ്ട്? അവിടെ സെല്ലിംഗ് ആൻഡ് ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് വേരിയബിൾ ഉണ്ട്. എത്ര? 200,000. അപ്പം പ്ലസ് 200,000 കൂടി ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടൂടാ? 675,000 എന്ന് കിട്ടും. 675,000 ഇതാണ് നമ്മളുടെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് നമ്മളുടെ 1.5 മില്യണിൽ നിന്നും
നമ്മൾ മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 825,000 ആണ് നമ്മളുടെ കോൺട്രിബ്യൂഷൻ മാർജിൻ. അതാണ് നമ്മളുടെ കോൺട്രിബ്യൂഷൻ മാർജിൻ. ക്ലിയർ ആണോടാ? സെയിൽസ് റവന്യൂ എന്ന് പറഞ്ഞെങ്കിൽ 1.5 മില്യൺ ആണ്. അതിൽ നിന്നും നമുക്ക് ചിലവായിട്ടുള്ള വേരിയബിൾ കോസ്റ്റ് ആയ 675,000 നമ്മൾ ഡിഡക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ മാർജിൻ എത്ര കിട്ടി? 825,000 നമുക്ക് കോൺട്രിബ്യൂഷൻ മാർജിൻ കിട്ടി. ഈ കോൺട്രിബ്യൂഷൻ മാർജിൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളുടെ ഫിക്സഡ് കോസ്റ്റിനെ കവർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ക്വസ്റ്റിന് തന്നിരിക്കുന്ന എല്ലാ ഫിക്സഡ് കോസ്റ്റും എഴുതുക. ഓക്കെ, എല്ലാ ഫിക്സഡ് കോസ്റ്റും എഴുതുക. ഇവിടെ ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ് ആയിട്ട് നമുക്ക് എത്ര ഉണ്ട്? 100,000 ഉണ്ട്. പ്ലസ് സെല്ലിംഗ് ആൻഡ് ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ആയിട്ട് എത്ര ഉണ്ട്? ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആയിട്ട് ഫിക്സഡ് 250,000 ഉണ്ട്. ഓക്കെ, സോ എത്ര കിട്ടി? ടോട്ടൽ നമുക്ക് 350K ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്. 350K ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? ക്വസ്റ്റിൻ്റെ അകത്ത് നമുക്ക് സെയിൽസ് റവന്യൂ കിട്ടി, വേരിയബിൾ കോസ്റ്റ് കിട്ടി, കോൺട്രിബ്യൂഷൻ മാർജിൻ കിട്ടി, ഫിക്സഡ് കോസ്റ്റും കിട്ടി. ഇനി നമുക്ക് എന്താണ് ആവശ്യം? നമുക്ക് കോൺട്രിബ്യൂഷൻ മാർജിൻ റേഷ്യോ കണ്ടുപിടിക്കണം. അതായത് ഈ 1.5 മില്യണിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് 825,000 അഥവാ കോൺട്രിബ്യൂഷൻ മാർജിൻ? അതായത് സെയിൽസ് റവന്യൂവിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് കോൺട്രിബ്യൂഷൻ മാർജിൻ? അതെങ്ങനെയാണ് കിട്ടുക? 825K നമ്മൾ ന്യൂമറേറ്ററിൽ എഴുതുന്നു, 1.5 മില്യൺ നമ്മൾ എവിടെ എഴുതുന്നു? ഡിനോമിനേറ്ററിൽ എഴുതുന്നു. അതായത് 1.5 മില്യണിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് 825,000? ഒന്ന് ചെയ്ത് നോക്കിയേ. 825,000 ഡിവൈഡഡ് ബൈ 1.5 മില്യൺ, ദാറ്റ് ഈസ് 0.55 എന്ന് കിട്ടും. അതായത് 55%. 0.55 അഥവാ 55% എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്? സിമ്പിൾ അല്ലേ? ഇനി കിട്ടിയില്ലേ? ഫിക്സഡ് കോസ്റ്റ് 350K ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ മാർജിന്റെ റേഷ്യോ കിട്ടിയില്ലേ? നോക്ക്, 350,000 divided by 0.55 is equal to 6363. അതായത് 6,36,363 6,36,363.63 സെയിൽസ് റവന്യൂ ആയിട്ട് നമ്മൾ ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ചിലവായിരിക്കുന്ന എമൗണ്ട് നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മളോട് യൂണിറ്റ്സ് ആണ്, ബ്രേക്ക് ഈവന്റെ യൂണിറ്റ്സ് ആണ് ചോദിച്ചതെങ്കിൽ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ് ആണ് കണ്ടുപിടിക്കുക. പകരം നമ്മളോട് റവന്യൂ ആണ് ചോദിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഡോളേഴ്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ, എത്ര ഡോളറിന്റെ സെയിൽ വന്നാലാണ് അല്ലെങ്കിൽ എത്ര റവന്യൂ വന്നാലാണ് നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് ഹിറ്റ് ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ന്യൂമറേറ്ററിൽ ചേഞ്ച് ഉണ്ടോ? ഇല്ല. ഫിക്സഡ് കോസ്റ്റിന്റെ ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ മാർജിൻ റേഷ്യോ. അപ്പൊ ഈ രണ്ട് മെത്തേഡും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസിങ് ആണ്. ഈ ഒരു പോയിന്റിൽ നിങ്ങൾ ഈ ഡോളേഴ്സിന് പകരം യൂണിറ്റ്സിന്റെ ഇക്വേഷൻ ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് തെറ്റും. ചെറിയ വ്യത്യാസമുള്ള ഈ ഇക്വേഷൻസ് തമ്മിൽ. സോ ഇത് രണ്ടും പഠിച്ചെന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രം. ഇനി ഇതിന്റെ കൂടെ പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നുള്ള പോയിന്റ് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ കഥയിൽ പറഞ്ഞില്ലേ, അവർക്ക് ഈ ഒരു ബ്രേക്ക് ഈവന്റെ അപ്പുറത്തേക്ക് ഇനി പ്രോഫിറ്റും കൂടി വേണമെങ്കിൽ എത്ര യൂണിറ്റ് സെല് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് മുന്നേ ഈ രണ്ട് കാര്യങ്ങളും പഠിക്കാം. ബ്രേക്ക് ഈവൻ ഹിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ യൂണിറ്റ്സിലുള്ളതും റവന്യൂലുള്ളതും രണ്ട് മെത്തേഡും നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടും പഠിക്കുക. ആൻഡ് ഈ വീഡിയോ കണ്ടതിന് ശേഷം, ഈ മെത്തേഡ്സ് പഠിച്ചതിന് ശേഷം നിങ്ങളുടെ അടുത്ത് ഏത് മെറ്റീരിയൽ ആണുള്ളത്, അത് ഹോക്ക് ആയിക്കോട്ടെ, ഗ്ലിം ആയിക്കോട്ടെ, ഏത് മെറ്റീരിയൽ ആയിക്കോട്ടെ, അതിൽ നിന്നും മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ചെയ്താൽ മതി. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.